നമസ്കാരം പ്രിയമുള്ളവരെ. സത്യം ചെരുപ്പിട്ട് തുടങ്ങുമ്പോഴേക്കും അസത്യം നാട് ചുറ്റിത്തീരുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. രാഹുലിൻ്റെ കേസിൽ എന്താണ് ഈ സത്യവും അസത്യവും എന്ന് ചോദിച്ചാൽ നേരെ വിഷയത്തിലേക്ക് പോകാം. രാഹുലിൻ്റെ കേസിലെ മൂന്നാമത്തെ പരാതിക്കാരി, രണ്ടാമത്തെ പരാതിക്കാരി നമുക്കൊന്നും അറിയില്ല. മൂന്നാമത്തെ പരാതിക്കാരി വിവാഹിതയാണെന്നും വിവാഹിതയായ സ്ത്രീയുമായി അവിവാഹിതനായ യുവാവ് എത്ര പ്രാവശ്യം ബന്ധത്തിലേർപ്പെട്ടാലും അത് നിയമപരമായി തെറ്റല്ല എന്നും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും നിരീക്ഷിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മൂന്നാമത്തെ പരാതിക്കാരിയെ സർക്കാർ ചേർത്ത് നിർത്തി വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ ഉറപ്പ് സർക്കാരിന് പാലിക്കാൻ പറ്റിയില്ല, അല്ലെ സർക്കാരിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിക്ക് പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഒരു സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക്, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു യുവ MLA-യുടെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെയോ അയാളുടെ കിടപ്പറ കാര്യങ്ങൾ മനസ്സിലാക്കാനും കിടപ്പറ രഹസ്യങ്ങൾ അങ്ങാടി പാട്ടാക്കാനും അയാളെ ജയിലിലടയ്ക്കാനുമാണോ പണിയെന്ന് ചോദിച്ചാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ചെയ്തത്. എപ്പോഴൊക്കെ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ ഈ കഴിഞ്ഞ കുറേ നാളായിട്ട്, ആ സമയങ്ങളിലൊക്കെ തന്നെ സർക്കാർ നേരെ തിരിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കിടപ്പറ രംഗങ്ങളിലേക്കായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കാനഡയിലുള്ള മലയാളിയായ യുവതിയോട് ചോദിക്കുന്നു, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനും താങ്കളുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു? സുദൃഢമായിരുന്നല്ലോ, പിന്നെന്ത് സംഭവിച്ചു? എനിക്കും ചില കാര്യങ്ങൾ അയാളെ പറ്റി പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനും അയാളും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയായിരുന്നു, ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യൂ, അതെല്ലാം എഴുതി തരൂ, ഞാൻ കൂടെ ഉണ്ടാകും, ചേർത്ത് നിർത്താം, അവനിട്ടൊരു പണി കൊടുക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് തയ്യാറാക്കി കൊടുത്ത മെയിൽ, അവിടുത്തെ മെയിലിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് അയച്ചു കൊടുത്തെടുത്ത പരാതിയുടെ പുറവേ നടന്നിട്ടുള്ള എല്ലാ നിയമവിരുദ്ധമായ കാര്യങ്ങളാണെന്ന് പത്തനംതിട്ട സെഷൻസ് കോടതിയും ഹൈക്കോടതിയും പറഞ്ഞ സ്ഥാനത്ത് പരാതിക്കാരി മൊഴി കൊടുക്കുവാൻ കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനെതിരെ ഒരു പരാതി എന്നതിലുപരി അവനെ പിടിച്ച് ജയിലിലിടണമെന്നൊന്നും ആ പരാതിക്കാരിക്ക് ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അന്നേരം തോന്നിയ ഒരു ദേഷ്യത്തിന്, തോന്നിയ ഒരു കാര്യത്തിന് സർക്കാർ കൂടെ ഉണ്ടാകും, ചേർത്ത് പിടിക്കും എന്ന് പലരോടും പറഞ്ഞ കൂട്ടത്തിൽ ഇവരോടും പറഞ്ഞു. ആ ചേർത്ത് നിർത്തലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ അവർ അതിൽ നൂളിയിട്ട് പോയിരിക്കുന്നു. ഇനി ആ കേസിൻ്റെ ഗതി എന്താകുമെന്ന് ചോദിച്ചാൽ രാഹുൽ നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ പരാതിക്കാരിയും കുടുങ്ങും, കേസെടുത്ത ഉദ്യോഗസ്ഥന്മാരും കുടുങ്ങും. അപ്പോഴും പിണറായി വിജയനോ രാഷ്ട്രീയ നേതൃത്വത്തിനോ ഒന്നും സംഭവിക്കില്ല എന്നുള്ള സത്യം നിലനിർത്തിക്കൊണ്ട് വേണം എല്ലാവരും സംസാരിക്കുക. എല്ലാവരും പറയുന്നു പിണറായി വിജയൻ കുടുങ്ങുമെന്ന്. ഒരു പിണറായി വിജയനെ ഈ കേസിനകത്ത് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. രാഹുൽ മാങ്കൂട്ടം എന്നല്ല, കോൺഗ്രസ്സുകാരെന്നല്ല, ആരായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തതിൻ്റെ പേരിൽ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. പിണറായി വിജയനെ എന്നല്ല, ആഭ്യന്തര വകുപ്പിനെയോ ഈ സംസ്ഥാനത്തൊരു മന്ത്രിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെയോ ഒരു കുന്തവും ചെയ്യാൻ, നിയമപരമായി ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള സത്യമാണ്. ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആ വീഡിയോകളെ സമീപിക്കാൻ. കാരണം ഒരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ പരാതി കൊണ്ട് ചെല്ലുന്നത് മുഖ്യമന്ത്രിയാണോ, വേണുവാണോ, ഗോവിന്ദനാണോ, ശങ്കരനാണോ എന്നല്ല നോക്കുന്നത്. ആ പരാതിക്കകത്ത് കഴമ്പുണ്ടോ എന്നും ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കുന്ന ഉപോത്ബലകമായി തെളിവുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഒരു SHO ഒരു FIR ഇടാനും അതിനുശേഷമുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകേണ്ടത്. അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ആൾ ആരാണെന്നും അയാൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനവും അയാളുടെ നിയമപരമായി അയാൾക്കുള്ള അവകാശങ്ങൾ എന്താണെന്നും ഉത്തമ ബോധ്യം അയാളേക്കായി കൂടുതൽ ആ ഉദ്യോഗസ്ഥനെ, അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ SHOയ്ക്ക് ഉണ്ടാകണം. ഇവിടെ MLA അറസ്റ്റ് ചെയ്തത് SHO അല്ല, MLA അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് DYSP ആണ്. ആ DYSP സാധാരണ ഒരു SI ആയിട്ട് കയറി SI ആയി കഴിഞ്ഞ് CA ആയി കഴിഞ്ഞാണ് DYSP ആവുന്നത്. കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളും അറിയുവാനുള്ള ബാധ്യത അയാളിലുണ്ടായിരുന്നു. ആരെവിടുന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അയാളെ സ്ഥലം മാറ്റാം എന്നതിലുപരി ഒന്നും സംഭവിക്കില്ലായിരുന്നു. അഥവാ ഇനി അയാൾ അറസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, നിയമവിരുദ്ധമായ കാര്യമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ ഇനി എന്തെങ്കിലും കാരണവശാൽ സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ പോലും 6 മാസം വീട്ടിൽ പോയിരുന്നതിന് ശേഷം തിരിച്ച് അയാൾക്ക് വരാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ആരോ ഒരാൾ ഇവിടുന്നോ പറഞ്ഞ ഒരു പൂങ്കുഴൽ കേട്ടിട്ട് ഉടൻ തന്നെ പോയി അറസ്റ്റ് ചെയ്തത് എന്താണെന്നൊന്നും ഇപ്പോൾ അത് അറസ്റ്റ് ചെയ്തവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ കേസിൽ FIR ഇട്ടു, അയാളെ അറസ്റ്റ് ചെയ്തു. ഇനി ഈ കേസിൽ തെളിവെടുക്കേണ്ടതും നിയമപരമായി നടപടികൾ സ്വീകരിക്കേണ്ടത് ആരാണ്? ഈ പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. കാനഡയിലിരിക്കുന്ന വാദിയെ കേരളത്തിൽ എത്തിച്ച് മൊഴിയെടുക്കേണ്ടതും മെഡിക്കൽ എടുക്കേണ്ടതിൻ്റെ ചുമതല ആർക്കായിരുന്നു? ആ കേസെടുത്ത SHOയ്ക്ക്, അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSPക്കാണ് ചുമതല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനായിരുന്നു ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. FIR എടുത്തിടം മുതൽ ഉള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് പണി കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ ജഡ്ജി അമ്മാവൻ്റെ മുമ്പിൽ പോയി രാഹുൽ കുമ്പിട്ട് നിന്നതും
അവിടെ അടവഴിപാട് നടത്തിയതും അവിടെ കരിക്ക് നിവേദ്യം നടത്തിയതും ഒക്കെ രാഹുലിന് ഗുണമായി ഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. കാരണം കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് സംസാര മധ്യേ പറഞ്ഞു, ജഡ്ജി അമ്മാവിൻ്റെ അടുത്ത് പോയിട്ടും അവൻ രക്ഷപ്പെട്ടില്ലല്ലോ സഹോദര എന്ന് പറഞ്ഞു. അപ്പോൾ ജഡ്ജി അമ്മാവിന് പക്ഷേ ഈ രീതിയിലായിരിക്കും ഇനി പ്രവർത്തനമായി മുമ്പോട്ട് പോകാൻ പോകുന്നത്. ഇനി ഇടയ്ക്കൊരു കാര്യം പറയാനുള്ളത്, പാലക്കാട് അവരുടെ UDF സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ നിശ്ചയിച്ചിരിക്കുന്നു അവിടുത്തെ ജനങ്ങൾ. അവിടെ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്നുള്ള ചുവരെഴുത്ത് ആരംഭിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥിയുടെ പേരിട്ടിട്ടില്ല. അത് ചോദിച്ച മാതൃഭൂമിയുടെ ലേഖകനോട് പറഞ്ഞത്, താങ്കൾ വന്നാലും ഞങ്ങൾ താങ്കളെ സ്ഥാനാർത്ഥിയായിട്ട് സ്വീകരിക്കുക. എന്താ പേരിൻ്റെ നീളം? അപ്പോൾ പറഞ്ഞ് 8-10 അക്ഷരങ്ങളുള്ളൊരു പേരല്ലേ 8-10 അക്ഷരമുള്ള ഒരു പേരല്ലേ വരാനുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിജയിപ്പിക്കുക എന്ന് എഴുതുമ്പോൾ എത്ര അക്ഷരം വരുമെന്ന് നിങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് പാലക്കാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നു, അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടം വേണം അവരുടെ സ്ഥാനാർത്ഥിയായിട്ട്. കൂടാതെ അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റോ മണ്ഡലം പ്രസിഡന്റോ ആണെന്ന് തോന്നുന്നു, അയാൾ പറഞ്ഞത് സത്യം ജയിക്കുമെന്നാണ് പറഞ്ഞത്. ഈ കാര്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, സത്യം ജയിക്കും. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ, മലയാളത്തിലെ മാധ്യമങ്ങൾ രാഹുലിനെ ബലാത്സംഗ കേസിലെ പ്രതി എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അയാൾ പ്രതിയാകണമെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. അയാൾ ശിക്ഷിക്കപ്പെടുന്നിടം വരെ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്. അയാൾ വീട്ടിലിരിക്കുകയാണ്, അയാൾ വീട്ടിൽ വെളിയിലിറങ്ങുന്നില്ല. 10-18 ദിവസം ജയിലിൽ കിടന്ന ഒരു ചെറുപ്പക്കാരൻ, അമ്മ വളർത്തിക്കൊണ്ടുവന്നൊരു പയ്യൻ, അയാളുടെ വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കുന്നതിൽ ഈ മാധ്യമങ്ങൾക്ക് എന്താണ് കുഴപ്പം? അവൻ വീട്ടിൽ വെളിയിലിരിക്കുന്നില്ല, വീട്ടിലിറങ്ങുന്നില്ല. വീട്ടിൽ വെളിയിലിറങ്ങിയതിന് ശേഷം കൗളിനിട്ട് കുത്താമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ സെന്റൻസ് ഓർക്കുന്നു, സത്യം ചെരിപ്പിട്ട് തുടങ്ങുമ്പോഴേക്കും അസത്യം നാട് ചുറ്റിത്തീരുമെന്നുള്ള സത്യസന്ധമായ ആപ്തവാക്യം രാഹുലിൻ്റെ കാര്യത്തിൽ ശരിയായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. സത്യം ജയിക്കട്ടെ. പാലക്കാട്ടുകാരുടെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ. ഒപ്പം രാഹുൽ അടുത്ത നിയമസഭയിലെങ്കിലും സജീവമായി നിലനിൽക്കാൻ അയാൾക്ക് കഴിയട്ടെ. അയാൾ വിശ്വസിക്കുന്ന ജഡ്ജി അമ്മാവൻ അയാളുടെ മുമ്പിൽ കനിവ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.